ബുദ്ധി ഏകാഗ്രമാകും, സൂക്ഷ്മമാകും. അതാണ് ഉപാസനയുടെയൊക്കെ പ്രത്യേകത. മനസ്സാക്ഷി എന്ന് പറയുന്നത് ജീവഭാവം തന്നെയാണ്. ജീവഭാവത്തിനും അടിസ്ഥാനമായിട്ടുള്ള ആ ഒരു ഈശ്വരഭാവം തന്നെയാണ്. അപ്പം അത് ആ മനുഷ്യനെ സൃഷ്ടിയിൽ തന്നെ ആ ഒരു ദൈവികത, ധാർമ്മികത മനുഷ്യന് ഉണ്ട് എന്നുള്ളതാണ്. ഒരു വിവേക ബുദ്ധി ഉണ്ട്. നമ്മളെ ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്ക് ഉള്ളതാണ്. അപ്പൊ പുറത്തുള്ളത് കാണുന്നതിലൂടെ നമ്മള് ആ സ്വരൂപത്തെ നമ്മൾ വിസ്മരിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ മോഹിക്കുന്നത്, തെറ്റും ശരിയും തിരിച്ചറിയാതെ നമ്മൾ വലയുന്നത്. അപ്പൊ വിവേകം നമ്മളിൽ പ്രവർത്തിക്കുന്നില്ല. വിവേകത്തിന്റെ ഒക്കെ അടിസ്ഥാനം നമ്മളിൽ ഉണ്ടെങ്കിലും ആ വിവേകം പ്രവർത്തിക്കണമെങ്കിൽ ഈ ഒരു ശരിയായിട്ടുള്ള മാർഗത്തിലേക്ക് ഏകാഗ്രതയും ശുദ്ധിയും ഒക്കെ വരണം. സ്വാമി, അതേപോലെ നമ്മുടെ ഈ വേദങ്ങളും ഉപനിഷത്തും ഒക്കെ നമ്മൾക്ക് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണ ഉള്ള ആളുകൾക്ക് അത് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിന്റെ അർത്ഥം മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അപ്പൊ നമ്മൾക്ക് ശരിക്കും അത് സാധാരണ വ്യക്തികൾക്ക്, സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് നമുക്ക് കൊടുക്കണമെങ്കിൽ എന്താണ് പ്രാവർത്തികമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വഴിയായിട്ട് കാണുന്നത്? വേദത്തിൻ്റെയും ഉപനിഷത്തുക്കളുടെയൊക്കെ തത്വശാസ്ത്രപരമായിട്ടുള്ളത് കുറച്ച് മനസ്സിലാക്കാൻ സൂക്ഷ്മ ബുദ്ധികൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ്. പക്ഷെ അതിനെ തന്നെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കഥകൾ അതിലുണ്ട്. സാധാരണക്കാർക്ക് അങ്ങനെയുള്ള കഥകളിലൂടെ ഈ ഒരു തത്വത്തെ, അത് തന്നെയാണ് ഇതിഹാസ പുരാണങ്ങളും ഒക്കെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതിഹാസ പുരാണങ്ങളിലെ ജീവചരിത്രങ്ങളിലൂടെ രാമൻ്റെയും സീതയുടെയും അതിൽ ആ ജീവചരിത്രങ്ങളിലൂടെ, കാരണം മനുഷ്യ മനസ്സിന് എല്ലാത്തിനെയും പ്രപഞ്ചത്തെയൊക്കെ പ്രപഞ്ചത്തിലേക്ക് വൈവിധ്യമാർന്നു പോകുന്നതാണ് മനസ്സിൻ്റെ ഒരു രീതി. അതിലൂടെയൊക്കെ അടിസ്ഥാനപരമായിട്ട് ധാർമ്മികമായിട്ടുള്ള ജീവിതവും ഉപാസനയും ഒക്കെ ചെയ്യുന്നതിലൂടെ ഓരോ വ്യക്തിയുടെയും സ്വഭാവത്തെ നമ്മൾ കാണുന്നതിലൂടെ ആ ഒരു ഗുണപാഠങ്ങൾ നമ്മൾ അറിയാണ്ട് നമ്മളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ സ്വയം ഇതൊക്കെ പഠിക്കുന്നതിലൂടെ നമ്മുടെ സാംസ്കാരികമായിട്ട് നമ്മൾ ഉയരുന്നു. നമ്മളുടെ ദോഷമായിട്ടുള്ള ആസുരികമായിട്ടുള്ള വാസനകൾ കുറയുന്നു. അപ്പം ബുദ്ധി ഏകാഗ്രമാകും, സൂക്ഷ്മമാകും. അതാണ് ഉപാസനയുടെയൊക്കെ പ്രത്യേകത. അപ്പോൾ ഈ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിഷ്ഠ തന്നെ പറയുന്നത്, ഒന്ന് സത്യം വദ, മറ്റൊന്ന് ധർമ്മം ചര, മറ്റൊന്ന് സ്വാധ്യായാന്മാ പ്രമദ എന്നുള്ളതാണ്. അതായത് സത്യം പറയുക, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് സത്യം മാത്രം, സത്യനിഷ്ഠ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. മറ്റൊന്ന് ആചരണങ്ങൾ ധാർമ്മികമായിട്ട് ചെയ്യുക, മറ്റുള്ളവരെ ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ആചരണങ്ങളെ ചിട്ടപ്പെടുത്തുക, ചുരുക്കി അങ്ങനെ പറയും. അതേപോലെ തന്നെ സ്വാധ്യായം, നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പഠിക്കുക. അതൊരു ഗൃഹസ്ഥാശ്രമത്തിലെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ധർമ്മമായിട്ടാണ് പറയുന്നത്. കാരണം കുടുംബത്തിലാണല്ലോ കുട്ടികൾ വളർന്ന് വലുതാവുന്നത്. അപ്പോൾ ഒരു നമ്മളെ വൈകുന്നേരം സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്ന സമയത്ത് ഓരോ വീടുകളിലും ഇപ്പോൾ രാമായണമോ മഹാഭാരതമോ ഭഗവത്ഗീതയോ അങ്ങനെയൊക്കെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ കുറച്ച് എല്ലാവരും ചേർന്ന് കുറച്ച് നാമജപം, കുറച്ച് ഈ ഗ്രന്ഥങ്ങൾ പഠിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അത് അവരുടെ അന്നത്തെ ജീവിതത്തിൻ്റെ ഒരു ദിശാബോധം ലഭിക്കാനും ക്രമികമായിട്ട് അവരെ ആചരണത്തിലേക്ക് സ്വാധീനം ചെലുത്താനും ഒക്കെ കഴിയുന്നതിലൂടെ ഒരു ശരിയായിട്ടുള്ള ജീവിതം സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിക്കരുത് എന്നുള്ള ആ ഒരു ധാർമ്മിക പാഠം നമുക്ക് ലഭിക്കും. അങ്ങനെ സൂക്ഷ്മമാകുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഉപനിഷത്തിൻ്റെ തത്വങ്ങളിലേക്കൊക്കെ പ്രവേശിക്കാനുള്ള സാധ്യതയും ഉണ്ടാകും. പക്ഷെ എനിക്ക് തോന്നുന്നു പഴയ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു വിളക്ക് കത്തിച്ചൊരു പ്രാർത്ഥന, അല്ലെ കുടുംബമായിട്ടിരുന്ന് രാമായണം വായന, ഇങ്ങനെയൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഈ ഒരു കാലഘട്ടത്തിൽ അത് അന്യമായിട്ട് വരുമല്ലേ? ശരിക്കും കുടുംബങ്ങളിൽ അങ്ങനെ ഒരു കാര്യം കുറവാണ്. നമ്മൾ നോക്കുന്ന കമ്പാരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ അന്നത്തെക്കാളും ഒരുപാട് കുറവാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾക്കത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അതിന് ഇന്ന് ഒരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പണ്ടുള്ള കാലത്തെക്കാളും കൂടുതൽ ജനങ്ങളിലേക്ക് ഇത്തരം ആശയങ്ങളൊക്കെ എത്തുന്നുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിലൂടെ ഏത് ആചാര്യൻ്റെ ഏതൊരു ക്ലാസ്സും ഇപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് കേൾക്കാനുള്ള സാഹചര്യമുണ്ട്. അങ്ങനെ ധാരാളം പ്രചരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ അത് തന്നെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വിപരീതമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ ഒരു ജീവിത വീക്ഷണം കിട്ടാത്തത് കൊണ്ട് തന്നെ പലതിലേക്ക് നമ്മൾ തെന്നി മാറിപ്പോകാനും പല അബദ്ധങ്ങളിലേക്കും ഒക്കെ എത്തിച്ചേരാനുള്ള സാഹചര്യവും ഒക്കെ ഉണ്ട്.
കാരണം മറ്റൊന്ന് നമുക്ക് കൂടുതൽ കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനനുസരിച്ചും ആ സ്വാതന്ത്ര്യം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളൊരു അറിവില്ലാത്ത വ്യക്തിയിലേക്ക് ആ സ്വാതന്ത്ര്യം എത്തുന്ന സമയത്ത് കൂടുതലും ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. അതുകൊണ്ട് എന്തായാലും നമ്മൾക്ക് ജീവിതത്തിൽ പൊതുവെ മനുഷ്യനിൽ തന്നെ ധാർമ്മിക ബോധങ്ങളൊക്കെ ഉണ്ട്. സത്യസന്ധതയും ആ ഒരു ധാർമ്മിക ബോധം ഉള്ളിലുണ്ട്. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് മറ്റുള്ളവർ കാണാതെ ചെയ്യാനും അതിൽ നിന്ന് പിന്തിരിയാനുള്ളൊരു തുടക്കത്തിൽ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ളൊരു പ്രവണത മനുഷ്യനിലുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മളെ ഉള്ള മനസാക്ഷിയെ അതിലംഘിച്ച് നമ്മൾ പ്രവർത്തിക്കുന്ന സമയത്താണ് പിന്നീട് വലിയ വലിയ തെറ്റിലേക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു ധാർമ്മിക ബോധം ഉള്ളത് കുടുംബങ്ങളിൽ കൂടെയാണ് ആ ഒരു യദ്യദാചരതി ശ്രേഷ്ഠ എന്ന് പറയല്ലോ. കാരണം ശ്രേഷ്ഠന്മാരെയാണ് എല്ലാവരും മാതൃകയാക്കുന്നത്. അപ്പം നമ്മളെ അച്ഛനെയും അമ്മയെയും ഗുരുജനങ്ങളെയും അവരൊക്കെയാണ് നമ്മൾ മാതൃക ആക്കുന്നത്. അപ്പം അവര് മാതൃകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആചരണങ്ങൾ ശരിയാണ്. അപ്പോ നമ്മുടെ പാരന്റ്സ് എന്ന് പറയുന്നത് മാതാപിതാക്കള് ചിലപ്പോൾ ദൈവവിശ്വാസം ഇല്ലാത്ത ആളാണെങ്കിൽ കുട്ടികൾ മിക്കവാറും കാണാറുണ്ട് ആ ഒരു രീതിയിലായിരിക്കും പോവുക അല്ലേ. ഇപ്പൊ സ്വാമി പറഞ്ഞല്ലേ, നമ്മളൊരു തെറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മനസാക്ഷി നമ്മളോട് പറയും, അത് ഒരു തോന്നലുണ്ടാവും നീ ചെയ്യാൻ പോകുന്നത് തെറ്റാണ്, 2-3 വട്ടം പറയും, പിന്നെ നമ്മളത് കേട്ടിട്ടില്ല, മൈൻഡ് ചെയ്യില്ല. സ്വാമി, ഈ മനസാക്ഷി എന്ന് പറയുന്നത് മനസ്സ് തന്നെയാണോ അതോ നമ്മുടെ ജീവനാണോ, അതായത് നമ്മുടെ ആത്മാവാണോ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്താണത് സംഭവം? മനസാക്ഷി എന്ന് പറയുന്നത് ജീവഭാവം തന്നെയാണ്. ജീവഭാവത്തിനും അടിസ്ഥാനമായിട്ടുള്ള ആ ഒരു ഈശ്വരഭാവം തന്നെയാണ്. അപ്പം അത് ആ മനുഷ്യനെ സൃഷ്ടിയിൽ തന്നെ ആ ഒരു ദൈവികത ധാർമ്മികത മനുഷ്യന് ഉണ്ട് എന്നുള്ളതാണ്. ഒരു വിവേക ബുദ്ധി ഉണ്ട്. അത് ശരിക്ക് ഇപ്പം ഗീതയിൽ പറയാതെ അജ്ഞാനേന ആവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഹ എന്ന്. ജ്ഞാനസ്വരൂപനാണ്. നമ്മൾ അറിവ്, ഞാൻ അറിയുന്നു എന്നാണല്ലോ നമ്മൾ പറയാ. ആ അറിവിന്റെ സ്വരൂപം, എനിക്ക് അതറിയണം ഇതറിയണം എന്നൊക്കെ ഉള്ളത് ജ്ഞാനം എൻ്റെ സ്വരൂപം ആയതുകൊണ്ടാണ് നമുക്ക് അറിയാനുള്ള ആഗ്രഹം ഉള്ളിൽ നിന്ന് തോന്നുന്നത്. അപ്പോൾ ആ ജ്ഞാനത്തിന് അനേകം താതാത്മ്യങ്ങളോടുകൂടി ഇപ്പം പലത് കാണുന്നത്, പലത് കേൾക്കുന്നത് ഒക്കെ നമ്മളെ ഇന്ദ്രിയങ്ങളൊക്കെ പുറത്തേക്ക് ഉള്ളതാണ്. അപ്പോൾ പുറത്തുള്ളത് കാണുന്നതിലൂടെ നമ്മൾ ആ സ്വരൂപത്തെ നമ്മൾ വിസ്മരിച്ചു പോവുകയാണ്. അതാണ് അജ്ഞാനേന ആവൃതം ജ്ഞാനം. അതുകൊണ്ടാണ് നമ്മൾ മോഹിക്കുന്നത്, തെറ്റും ശരിയും തിരിച്ചറിയാതെ നമ്മൾ വലയുന്നത്. അപ്പൊ വിവേകം നമ്മളിൽ പ്രവർത്തിക്കുന്നില്ല. വിവേകത്തിന്റെ ഒക്കെ അടിസ്ഥാനം നമ്മളിൽ ഉണ്ടെങ്കിലും ആ വിവേകം പ്രവർത്തിക്കണമെങ്കിൽ ഈ ഒരു ശരിയായിട്ടുള്ള മാർഗത്തിലേക്ക് ഏകാഗ്രതയും ശുദ്ധിയും ഒക്കെ വരണം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ, അതായത് ഒരുപാട് വരുന്ന അനാവശ്യമായ ആഗ്രഹങ്ങളും ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ നമുക്ക് അടക്കണമെങ്കിൽ എന്താണ് അതിനുള്ള വഴി? ശരിക്കും ധ്യാനമാണോ, അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് തിരിച്ചറിവ് നേടുന്നതാണോ? എന്തായിരിക്കും? ആഗ്രഹങ്ങളെ അടയ്ക്കണമെങ്കിൽ ഇപ്പം നമ്മൾ ശരിയായിട്ടുള്ളൊരു ദിശാബോധം ആണ്, അതിലൊക്കെ ഒരു വിവേകം ആണ് നമുക്ക് മാർഗം. അതിന് സഹായകമാണ് നമുക്ക് ഈ ഒരു ഗുരുവിൻ്റെയും ശാസ്ത്രത്തിൻ്റെയും ഒക്കെ, അതേപോലെ തന്നെ ഇപ്പം ക്ഷേത്രങ്ങളാണെങ്കിലും അവിടെ ഇപ്പം നമുക്ക് ഉപാസിക്കാനുള്ളൊരു ദേവത ഉണ്ട്. അപ്പം നമുക്ക് ബാഹ്യമായിട്ടുള്ള ആചരണങ്ങളുണ്ട്. ഇതിലൂടെയൊക്കെ നമുക്ക് ആ ഒരു സൂക്ഷ്മതയിലേക്ക് പലതിലേക്ക് ആകർഷിക്കുന്ന, പലതിലേക്ക് പോകുന്ന നമ്മുടെ മനസ്സിനെ ക്രമികമായിട്ടുള്ള ഏകാഗ്രതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് മനസ്സിന് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു മാർഗത്തെ സ്വീകരിച്ച് നമ്മൾ അതിനെ ഉപാസന ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു രീതിയാണ്. അതിനെ തന്നെ നിരന്തരം നമുക്ക് താല്പര്യമുള്ളതിലൂടെ നമ്മൾ എല്ലാവർക്കും ഒരു മാർഗമല്ലല്ലോ, അതിനെ ആശ്രയിച്ച് പോകുന്നതിലൂടെ നമുക്ക് ശരിയായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഇപ്പൊ നമ്മള് ശാരദാശ്രമം, ശ്രീ ശാരദാശ്രമം എന്നാണല്ലോ പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഓർത്തത് നമ്മുടെ ശാരദാ ദേവി എന്ന് പറയുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പത്നിയായിട്ടുള്ള, പിന്നെ ഓർത്ത് നമ്മുടെ ശ്രീനാരായണ ഗുരുവിന് അവിടെ ഒരു ശാരദാ മഠം ഉണ്ടല്ലോ. അപ്പൊ ശരിക്കും ഈ ശാരദാ ദേവി എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം അമ്മ എന്നുള്ള ഉദ്ദേശത്തിലാണ്, എന്താണ് അങ്ങനെ? അതെ, ശാരദാദേവി എന്ന് പറഞ്ഞാൽ ഈ ഒരു ആശ്രമത്തെ സംബന്ധിച്ച് ഇപ്പം ശ്രീരാമകൃഷ്ണ മിഷനിൽ അവിടെ
രാമകൃഷ്ണ മിഷനും ഉണ്ട്, ശാരദാ മഠവും ഉണ്ട്. ഓക്കെ. അവിടെ അമ്മമാർക്ക് പ്രത്യേകമായിട്ട് ശാരദാ മഠമായിരുന്നു. അതെ. ഇത് ശരിക്ക് ശാരദാ മഠമായിരുന്നു. ഉം. അപ്പം പിന്നീട് പിന്നെ അവർക്ക് ആശ്രമം കൊണ്ടുപോകാൻ പ്രയാസം നേരിട്ടതുകൊണ്ട് അത് സമാനമായിട്ടുള്ള ഒരു സ്ഥാപനത്തിന്, കൊളത്തൂർ അദ്വൈതാശ്രമത്തിന് കൈമാറിയതാണ്. ഓ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഒരു ശാരദ എന്നുള്ളൊരു പേര് വന്നത്, ശ്രീ ശാരദ അദ്വൈതാശ്രമം. അപ്പോൾ ശാരദ എന്നുള്ള ഇത് അമ്മയായിട്ട്, സരസ്വതിയായിട്ട് ആരാധിക്കുന്ന ദേവതയാണ്. വിദ്യയുടെ ദേവതയായിട്ട് നമുക്ക് സരസ്വതിയുടെ പര്യായമായിട്ട് ശാരദാദേവിയെ നമുക്ക് കാണുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് ശാരദ എന്നുള്ള ആ ഒരു തത്വത്തെ നമ്മളെ അറിവിന്റെ രീതിയിലാണ്, സരസ്വതി എന്നുള്ള രീതിയിലാണ് അല്ലെ? അതാണ്, അതുകൊണ്ടാണ് ഉപനിഷത്ത് ആ ഒരു പഠനങ്ങളൊക്കെ കൂടുതലായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതും ചെയ്യുന്നതും ഇവിടെ. ഓക്കെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ അദ്വൈതാശ്രമത്തിൽ പോയിട്ടുണ്ട്, കൊളത്തൂര്. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു ക്ഷേത്രത്തില് ഭഗവതിയുടെ, ഭദ്രകാളി ദേവിയുടെ പ്രതിഷ്ഠയാണ് ഉള്ളത് അല്ലേ? അവിടെ പ്രധാന മൂർത്തി കിരാതമൂർത്തിയാണ്. ഭദ്രകാളിയുടെ പ്രതിഷ്ഠ അവിടെ ഉണ്ട്. ഭദ്രകാളിയുടെ പ്രതിഷ്ഠ അവിടെ ഉണ്ട്. ആ ഒരു വിഷ്ണു, ആ ഒരു രീതിയിലുള്ള ആരാധനകളില്ലേ? അപ്പം അത് ശരിക്ക് അദ്വൈതാശ്രമത്തിന്റെ ഒരു ആരാധന കേന്ദ്രമല്ല, അത് പൂർവികമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അത് ആ ക്ഷേത്രമുള്ള സ്ഥലമാണ് അദ്വൈതാശ്രമം തുടങ്ങാൻ വേണ്ടിയിട്ട് തന്നത്. അപ്പോൾ ആ ഒരു പാരമ്പര്യം പിന്തുടരും.